വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ആദ്യം നമുക്ക് റവ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. റവയ്ക്ക് ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളം ചൂടായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. ഈ റവ ഒന്ന് വറുത്തെടുത്ത റവയാണ്. റവയും കൂടി ചേർത്തിട്ട് റവ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. നമ്മൾ ഉപ്മാവിനൊക്കെ ചെയ്യുന്നത് പോലെ റവ വേവിച്ചെടുക്കുക. നമ്മുടെ റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം. നല്ലോണം ചൂടാറി കിട്ടണ്ട, നമ്മുടെ കൈക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടായി കിട്ടിയാൽ മതി. അതുവരെ ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ഉരുളക്കിഴങ്ങ് ആവശ്യമുണ്ട്. ഞാൻ കിഴങ്ങ് വേവിച്ചിട്ട് നല്ലോണം ഉടച്ച് മാറ്റി വെച്ചതാണിത്. പിന്നെ ഞാനിപ്പോൾ ഉടച്ചെടുക്കുകയാണ് ചെയ്തത്. ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ച റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഉള്ളിയുടെ പകുതി കട്ട് ചെയ്തതും പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മാവിന് ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മാവ് പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാലപ്പൊടികൾ എത്തുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പം ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ പൊടിയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ എടുക്കണം. ഈ ഓയിൽ നമ്മുടെ 2 കൈയിലും നമുക്കൊന്ന് തടവി കൊടുക്കണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ബോൾ എടുത്തിട്ട് നമ്മുടെ 2 കൈയിലും വെച്ച് ഉരുട്ടിയിട്ട് ഫിംഗേഴ്സിന്റെ ഷേപ്പ് ആക്കി എടുക്കണം. എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്ത് വെച്ചത് നമുക്ക് ഇതുപോലുള്ള ഒരു പ്ലേറ്റിലേക്ക് ആക്കി മാറ്റി വെക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫിംഗേഴ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ നമുക്ക് തവയൊന്നും വെച്ചിട്ട് അനക്കി കൊടുക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ പൊടിയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലോർ പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളത്. കുറച്ച് വെന്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം. അത് മുങ്ങിക്കിടക്കാൻ മാത്രം ഓയിൽ ഒഴിച്ചുകൊണ്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂട് തട്ടിയിട്ട് അത് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതായിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കണം. ഇതുണ്ടാക്കിയെടുക്കുമ്പം ചില ടിപ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. കിഴങ്ങ് വേവിക്കുമ്പം അതിൽ അത്യാവശ്യം നമ്മൾ നല്ല വെള്ളം ഒഴിച്ചിട്ടല്ലേ വേവിക്കുക. അപ്പം കുക്കറിലാണെങ്കിൽ പ്രഷർ പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റണം. കിഴങ്ങിലേക്ക് വെള്ളം കയറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ മാവിലേക്കും വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അഥവാ വെള്ളം കയറിയെങ്കിൽ തന്നെ അരിപ്പൊടിയോ കോൺഫ്ലോർ പൊടിയോ ഇട്ടിട്ട് മാവ് ഒന്ന് ടൈറ്റാക്കി എടുക്കണം. അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് തന്നെ ഈ സാധനം പൊടിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ എണ്ണ കുറച്ച് ചൂടായ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫിംഗേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതും കൂടി റെഡിയായതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. നല്ല സോഫ്റ്റാണ്, പുറം ഭാഗം നല്ല ക്രിസ്പുമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചൂടോടെ തന്നെ കഴിക്കണം. ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പുതിന ചട്നിയോ മല്ലിച്ചട്നിയോ എന്ത് ചട്നി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കോക്കനട്ട് ചട്നി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്